ക്യാൻസർ രോഗം 80% ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതിനാൽ പ്രത്യാശ നൽകുന്നതായി ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള. കോഴിക്കോട് ദയ ക്യാൻസർ കെയർ ഫൗണ്ടേഷനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ചേർന്ന് നടത്തിയ സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്ക് ഒരു കരുതലായാണ് ദയ ക്യാൻസർ കെയർ ഫൗണ്ടേഷനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ സ്ഥാനാർബുദ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗം 80% ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതിനാൽ പ്രത്യാശ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ക്യാൻസർ രോഗങ്ങളിൽ ഏതാണ്ട് 75% മുതൽ 80% വരെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പക്ഷെ തോന്നില്ല, രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം ആവിയായി പോവുകയാണ്. പിന്നെ നമുക്കില്ല, കോൺഫിഡൻസ് ഇല്ല. എല്ലാം പിന്നെ നിമിഷങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോഴും മൂസ ഇവിടെ പറഞ്ഞതുപോലെയാണ്, മലാഹ, മരണത്തിന്റെ അത് ഉപയോഗിച്ച വാക്ക് മാലാഹ എന്നാണ്. അപ്പൊ നമ്മൾ പോകേണ്ടി വരുമെന്നുള്ള ഒരവസ്ഥയാണ് നമ്മളെ നയിക്കുന്നത്. മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. ഗാനം ആലപിച്ച് സംസാരിച്ച കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രോഗികൾക്ക് ആശ്വാസം നൽകാൻ തന്റെ നേതൃത്വത്തിൽ ഗായക സംഘം പാടാൻ എത്താമെന്ന് വാഗ്ദാനം ചെയ്തു. എ.ടി. മുഹമ്മദ് ബഷീർ MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ CMD ഡോക്ടർ K.G. അലക്സാണ്ടർ, ദയ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ വാളിയിൽ മൂസ, അഡ്വക്കേറ്റ് രമേശ് പുല്ലാട്ട് തുടങ്ങിയവർ സന്നിഹിതരായി. 200ഓളം വനിതകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.